മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിച്ച KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെയുള്ള മർദ്ദനങ്ങളിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് നടത്തിയ സെക്രട്ടേറിയറ്റ് മാർച്ച് തെരുവ് യുദ്ധത്തിന് സമാനമായി. പോലീസ് പരമാവധി സംയമനം പാലിക്കാൻ ശ്രമിച്ചെങ്കിലും ഒടുവിൽ പലതവണയായുള്ള ലാത്തിചാർജിൽ രാഹുൽ മാങ്കൂട്ടത്തിലടക്കമുള്ള യൂത്ത് കോൺഗ്രസ് നേതാക്കൾക്കും പ്രവർത്തകർക്കും പരിക്കേറ്റു. അറസ്റ്റ് ചെയ്ത് നീക്കാനായി പ്രവർത്തകരെ പോലീസ് വാഹനങ്ങളിലേക്ക് കയറ്റിയെങ്കിലും പുറത്തുള്ള പ്രവർത്തകർ വലിച്ചിറക്കി. പിണറായി വിജയൻ മുഖ്യ ഗുണ്ടയോ മുഖ്യമന്ത്രിയോ എന്ന ബാനറുമായി എത്തിയായിരുന്നു മാർച്ച്. വനിതാ പ്രവർത്തകരടക്കം സെക്രട്ടേറിയറ്റിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിച്ചു. പോലീസിന്റെ ഷീൽഡ് അടക്കം അടിച്ചു തകർത്തെങ്കിലും പോലീസ് സംയമനം പാലിച്ചു. പോലീസിന് നേരെ നിരവധി തവണ കല്ലേറുണ്ടായി. പോലീസ് ലാത്തിചാർജിനെ കമ്പും വടിയുമായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നേരിട്ടു. പ്രവർത്തകരെ പിരിച്ചുവിടാൻ 4 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. പിന്നീട് പലതവണയായി ലാത്തിചാർജ് ഉണ്ടായി. പോലീസുകാർക്കും പരിക്കേറ്റു. പോലീസ് വാഹനത്തിന്റെ ചില്ല് തകർന്നു. ലാത്തിചാർജ് നടന്നപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അടുത്തുള്ള കെട്ടിടങ്ങളിലേക്ക് ഓടിക്കയറി. ഇവർക്ക് പിന്നാലെ എത്തി പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമിച്ചപ്പോൾ ഇതിനെതിരെ പുറത്തുനിന്ന പ്രവർത്തകർ പ്രതിഷേധിച്ചു. പോലീസ് കസ്റ്റഡിയിലെടുത്തവരെ പ്രവർത്തകർ ചേർന്ന് മോചിപ്പിച്ചു. പുരുഷ പോലീസ് ഉദ്യോഗസ്ഥർ വനിതാ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകയുടെ വസ്ത്രം വലിച്ചു കീറിയെന്ന് സംഭവസ്ഥലത്തെത്തിയ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പരിക്കേറ്റ പെൺകുട്ടികളെ പോലീസ് തടഞ്ഞുവെച്ചു. പെൺകുട്ടികൾക്ക് നേരെ അനാവശ്യമായി പോലീസ് അക്രമം നടത്തിയതാണ് ഇത്ര വലിയ സംഘർഷത്തിലേക്ക് പോകാൻ കാരണമെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. അതേസമയം പരിക്കേറ്റ തൻ്റെ പ്രവർത്തകരെ ആശുപത്രിയിലേക്ക് മാറ്റാതെ പ്രതിഷേധത്തിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതികരിച്ചു. ആരാന്റെ കുഞ്ഞുങ്ങളെ റോഡിൽ തല്ലുമ്പോൾ ആസ്വദിക്കുകയാണ് മുഖ്യമന്ത്രിയെന്ന് VD സതീശൻ വിമർശിച്ചു. മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയെ കല്ലെറിഞ്ഞപ്പോൾ ന്യായീകരിച്ച ആളാണ് പിണറായി വിജയൻ. ഒരു പേപ്പർ പോലും പിണറായിക്ക് നേരെ എറിയരുത് എന്ന് പറഞ്ഞതാണ്. എന്നാൽ ആ തീരുമാനം മാറ്റുകയാണെന്നും VD സതീശൻ പറഞ്ഞു. മന്ത്രിസഭയുടെ ഒടുക്കത്തെ യാത്രയാണ് ഇപ്പോൾ നടക്കുന്നത്. മഹാരാജാവിനെ സിംഹാസനത്തിൽ നിന്ന് താഴെയിറക്കും. മുഖ്യമന്ത്രി കസേരയിൽ ഇരിക്കുന്നത് ഗുണ്ടയാണെന്നും ഗുണ്ടകളുടെ രക്ഷാധികാരിയാണെന്നും ഷാഫി പറമ്പിൽ വിമർശിച്ചു.